നമ്മൾ ആദ്യമായിട്ട് ഫിറ്റ്നസ് സെന്ററിൽ ചെല്ലുമ്പോൾ അവിടുത്തെ റാക്കിൽ അടുക്കി വെച്ച ഒരുപാട് ഡംബലുകളെ കാണാം. അതിൽ 3 കിലോൻ്റെ ഉണ്ടാവും, 5 കിലോൻ്റെ ഉണ്ടാവും, 10ൻ്റെ ഉണ്ടാവും, 15 ഉണ്ടാവും, 20 ഉണ്ടാവും, 50 വരെ ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് ദിവസം തന്നെ നമ്മൾ വിചാരിക്കുകയാണ്, ഈ 50ൻ്റെ കിലോനൊക്കെ ഞാൻ എങ്ങനെയാണ് ഉയർത്തുക എന്ന് വിചാരിച്ചാൽ ഒരു കാലത്തും നമുക്ക് 3 കിലോൻ്റെയും 5ൻ്റെയും 10ൻ്റെയും 50ൻ്റെയും ഉയർത്താൻ സാധിക്കില്ല. പക്ഷെ നമ്മൾ പതിയെ പതിയെ നല്ല എക്സസൈസിലൂടെ ആദ്യം 3 കിലോൻ്റെ ഡംബൽ ഉയർത്തി പിന്നെ അത് നല്ല തയക്കം വന്നതിന് ശേഷം, നല്ല പ്രാക്ടീസ് ലഭിച്ചതിന് ശേഷം നമ്മൾ 5 കിലോൻ്റെത് ഉയർത്തുന്നു, പ്രാക്ടീസിലേക്ക്. അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഒരു നിശ്ചിത കാലാവധി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു ട്രെയിനറുടെ കീഴിലാണ് നമ്മൾ ഫിറ്റ്നസ് സെന്ററിൽ എക്സസൈസ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് 50 കിലോൻ്റെ അല്ലെങ്കിൽ അതിന് കൂടുതലുള്ള ഡംബലുകൾ വളരെ അനായാസം നമുക്ക് ഉയർത്താൻ സാധിക്കും. കഴിഞ്ഞ ദിവസം ഞാനൊരു കോൺസെപ്റ്റ്, മണി സേവിങ്ങിനെ കുറിച്ച് ഒരു കോൺസെപ്റ്റ് മുന്നോട്ട് വെച്ചിരുന്നു. അപ്പോൾ പലരും ഇതെങ്ങനെ നടക്കുമോ എന്നൊക്കെ ചോദിച്ചു. കാരണം അതിൻ്റെ എൻഡിങ്ങിൽ കുറച്ച് ബിഗ് എമൗണ്ട് ആണ്. അപ്പോൾ അത് നടക്കുമോ എന്നൊരു ആശങ്ക അവരോട് നമുക്ക് പറയാനുള്ളത്, ആശങ്ക പങ്കുവച്ചവരോടും അതിൽ സംശയം പ്രകടിപ്പിക്കുന്നവരോടും ഒക്കെ നമുക്ക് പറയാനുള്ളത്, നിരന്തര പ്രാക്ടീസിലൂടെ നമുക്ക് എന്തും നേടിയെടുക്കാൻ സാധിക്കും. പക്ഷേ ഈ ഡംബലിൻ്റെ ഈ ജിംനേഷ്യത്തിൽ പോകുമ്പോൾ നമുക്ക് അതിൽ വലിയ ആശങ്ക ഉണ്ടാവില്ല. കാരണം തൊട്ടപ്പുറത്ത് തന്നെ ആരുണ്ടാവും? 50 കിലോ ഉയർത്തുന്ന ഒരു ഫിറ്റ്നസ് മാൻ ഉണ്ടാവും. അതുകൊണ്ട് കാണുന്നത് കൊണ്ട് നമുക്ക് നമ്മുടെ ചുറ്റുപാടിൽ അങ്ങനെ സാഹചര്യങ്ങൾ അനുകൂലമായതുകൊണ്ട് നമുക്ക് ആശങ്കകളില്ലാതെ നമ്മൾ പതിയെ പതിയെ തുടങ്ങും. പക്ഷെ ഈ സാമ്പത്തിക കോൺസെപ്റ്റിൽ നമ്മുടെ മുൻപിൽ സാമ്പത്തികമായിട്ട് ആ രീതിയിൽ ഉയർന്നു വന്ന ആരുമില്ലാത്തത് കൊണ്ടാണ് നമുക്ക് അതിൽ ആശങ്കയുണ്ടാകുന്നത്, സംശയമുണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ സംശയത്തിനും മറ്റും കൂടുതൽ ചിന്തകൾക്കും ഒന്നും സമയം നൽകാതെ നമ്മൾ പ്രവർത്തിക്കുക എന്ന് തന്നെയാണ്. പ്രവർത്തനത്തിലൂടെ, നിരന്തര പരിശ്രമത്തിലൂടെ നമുക്ക് ഭൂമി ലോകത്തുള്ള ഏത് ഡംബലുകളും ഏത് സാമ്പത്തിക ക്രൈറ്റീരിയകളും മറികടന്ന് ഉത്തുംഗ വിജയം നേടാൻ സാധിക്കും.